നമസ്കാരം. തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് നിയമസഭ വീണ്ടും ആരംഭിച്ചുവെങ്കിലും വരുന്ന ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ഈ മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ഈ നിയമസഭയുടെ കാലാവധി അവസാനിക്കുന്ന ഏറ്റവും അവസാനത്തെ നിയമസഭ പിരിയും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് കൂടിയത് ചിലപ്പോൾ നാളെ മറ്റന്നാളോ കൊണ്ട് ചിലപ്പോൾ അത് അവസാനിക്കും. മാർച്ച് 19-ആം തീയതിയോ 18-ആം തീയതി 19-ആം തീയതി വരെ കണ്ടായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അത് വെട്ടിക്കുറച്ച് ഇന്ന് നാളെയും കൊണ്ട് മിക്കവാറും അവസാനിപ്പിച്ചേക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതി ഉടൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് കണക്കൂട്ടൽ. അത് ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തി നിൽക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അത് മുൻകൂട്ടി കണ്ടാണ് നിയമസഭയുടെ കാലാവധി അവസാനിപ്പിക്കുന്നത്. നിയമസഭ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് സ്ഥാനാർത്ഥികളും നിലവിലുള്ള MLA-മാരും ഒക്കെ ഇറങ്ങുകയാണ്. അപ്പോൾ പല പാർട്ടികളിലും പല മുന്നണികളും, ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും 3 മുന്നണികളാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉള്ളത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികൾ 3 മുന്നണികളിലായിട്ടാണ് എന്നുള്ളത് നമുക്കറിയാം. അതിലെ UDF-ഉം LDF-ഉം NDA-യും. അതിലെ UDF-നും LDF-നുമാണ് നിലവിലുള്ള നിയമസഭയിൽ അംഗങ്ങളുള്ളത്. NDA-ക്ക് അതായത് BJP-ക്ക് നേരത്തെ BJP-ക്ക് ഒരംഗം പോലും ഇല്ല. നേരത്തെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് അവസാനിക്കുകയാണ് ചെയ്തത്. ഇത്തവണ അവർ വലിയ പ്രതീക്ഷയിലാണ്. അവരും അക്കൗണ്ട് ഓപ്പൺ ചെയ്യും എന്ന് അവർ ദൃഢനിശ്ചയത്തിലാണ്. ആ ദൃഢനിശ്ചയം അവർ പറയുമ്പോൾ തന്നെ ഒരു കാരണവശാലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യിക്കത്തില്ല, ഉള്ള അക്കൗണ്ട് കൂടെ പൂട്ടിച്ചതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് CPM-ഉം അതുപോലെ ഇടതുമുന്നണിയും കോൺഗ്രസും UDF-ഉം ഒക്കെ രംഗത്തുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, വാശിയേറിയ ത്രികോണ മത്സരമാണ് പല മണ്ഡലങ്ങളിലും നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ധ്വനിയാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. പലരും നിലവിലുള്ള പാർട്ടിയിൽ നിന്നും അക്കരപ്പച്ച തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മറിഞ്ഞുമൊക്കെ പോകുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അങ്ങനെ കണ്ടത്. ഈ അക്കരപ്പച്ച തേടി പോകുന്നവർ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും അവർക്ക് പണം ഉണ്ടാക്കാനും ഒക്കെ പോകുന്നവരാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ളവരെ ജനം പുച്ഛിച്ചു തള്ളും, ജനം തൂത്തെറിയും. ഇപ്പം പഴയതുപോലൊന്നുമല്ല. മുന്നണി മാറിയും പാർട്ടി മാറിയൊക്കെ മത്സരിക്കാൻ ചെന്നാൽ ജനം ചൂലെടുത്ത് ഓടിക്കും. ആ ഒരു സാഹചര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ അത്രത്തോളം വളർന്നു, പണ്ടത്തെ പോലെ അല്ലല്ലോ. സോഷ്യൽ മീഡിയയ്ക്കും ഇത്തവണത്തുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഒരുപാട് കാര്യങ്ങളിൽ സോഷ്യൽ മീഡിയ ഒരു അന്തിമ വിധി കൽപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് തർക്കമില്ലാത്തൊരു കാര്യമാണ്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ്റെ ഇടയിൽ. അപ്പോൾ ഈ തലമുറ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചൊക്കെ മുന്നോട്ട് പോകുന്നവരാണ് പുതിയ തലമുറ. നമ്മൾ അത് കാണാതിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പല മണ്ഡലങ്ങളിലും വാശിയേറിയ തെരഞ്ഞെടുപ്പായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച്. അപ്പോൾ അങ്ങനെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്താനാണ് 3 മുന്നണികളും, പ്രത്യേകിച്ച് NDA-യിലെ BJP-യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പാർട്ടികളും UDF-ലെ ഘടകകക്ഷികളും ഒക്കെ എല്ലാവരും മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ, ജയിക്കാൻ പറ്റും, ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്താൻ ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച വാശിയേറിയ ഒരു മത്സരമായിരുന്നു തിരുവനന്തപുരത്ത്. ശശി തരൂർ MP-ക്കെതിരെ മുൻ വർഷങ്ങളിലെ തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രതിനിധിയായിരുന്ന ശശി തരൂർ. നമുക്കറിയാം, ശശി തരൂരിനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ശശി തരൂരിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ശശി തരൂർ ആരാണെന്നും എന്താണെന്നും ശശി തരൂരിന്റെ കപ്പാസിറ്റി എന്താണെന്നും ഒക്കെ, അതിന്റെ ഗുണവും ദോഷവും ഒക്കെ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പൊ ആ ശശി തരൂരിനെ തോൽപ്പിക്കാൻ, ശശി തരൂരിനെ പരാജയപ്പെടുത്തി ഇവിടെ ജയിക്കാൻ BJP ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ. ആ രാജീവ് ചന്ദ്രശേഖർ അന്ന് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി അവരോധിച്ചത്. അപ്പോൾ ശശി തരൂരിന്റെ മുന്നിൽ അദ്ദേഹം ദയനീയമായി പരാജയപ്പെടുകയാണ് ചെയ്തത്.
ശശി തരൂരിന്റെ മുന്നിൽ നിന്ന് ശശി തരൂരിനെ എതിരിട്ട പല സ്ഥാനാർത്ഥികളും തോറ്റു തൊപ്പി ഇടുന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ശശി തരൂർ ഇവിടെ ആദ്യമായിട്ട് മത്സരിച്ചത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് പുള്ളി ഇപ്പം സ്ഥിരമായി 3ാമത്തെ പ്രാവശ്യമാണ് ജയിക്കുന്നത്. ഈ കഴിഞ്ഞ 15 വർഷമായി പുള്ളി ഇവിടെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധിയാണ്. അപ്പൊ ഇവിടെ മുൻപ് ആർ രാജഗോപാൽ BJPയുടെ ബാനറിൽ BJPക്കാരനായ രാജഗോപാൽ ജയിച്ചൊരു മണ്ഡലമാണ് നേമം. ആ നേമം മണ്ഡലത്തില് രാജഗോപാലിന് ശേഷം കുമ്മനം രാജശേഖരനൊക്കെ നിന്ന് മത്സരിച്ച് തോറ്റുപോയി. മുൻപും പല ആളുകളും നേമത്ത് നിന്ന് തോറ്റിട്ടുള്ള ചരിത്രമാണ് ഉള്ളത്. ആർ രാജഗോപാല് ഒരു പ്രാവശ്യം അവിടെ ജയിച്ചു, അത് സത്യമാണ്. രാജഗോപാൽ ജയിച്ചപ്പോൾ ആ മണ്ഡലം ആളുകൾ വിചാരിച്ചു അത് BJPയുടെ മണ്ഡലമാണ്. പക്ഷെ ആ BJPയുടെ അക്കൗണ്ട് നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം വി ശിവൻകുട്ടി അത് പൂട്ടിച്ചു. ശിവൻകുട്ടി അവിടെ ജയിച്ചു. നമുക്കറിയാം, നേമത്ത് ആർ രാജഗോപാൽ ജയിക്കാനുള്ള സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ഒന്ന്, അദ്ദേഹത്തിനോടുള്ള സഹതാപം. അദ്ദേഹം ജീവിതത്തിൽ പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെ മത്സരിച്ചു, പക്ഷേ ഒരിടത്തും വിജയിച്ചിട്ടില്ല. അങ്ങനെ പരാജയത്തിന്റെ മേളിൽ പരാജയത്തിന്റെ രുചി മാത്രം അനുഭവിച്ച ആ രാജഗോപാൽ, എല്ലാവരും ഓമന പേരിൽ രാജേട്ടൻ എന്ന് വിളിക്കും, ആ രാജേട്ടനെ ഒരു തവണ വിജയിപ്പിക്കണം എന്നുള്ള ഒരു സഹതാപം ആളുകൾക്കുണ്ടായി. അങ്ങനെയാണ് നേമത്ത് അദ്ദേഹത്തെ വിജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയച്ചത്. ഗുണമൊന്നും ഉണ്ടായില്ല. കാര്യം, ഒരാൾ മാത്രം ജയിച്ച് അവിടെ പോയി ഇരുന്നതുകൊണ്ട് എന്ത് ഗുണമുള്ളത്? ഒരു ഗുണമില്ല. പക്ഷെ ആ മണ്ഡലം നിലനിർത്താൻ പിറ്റേ പ്രാവശ്യം അദ്ദേഹത്തിന് ശേഷം കുമ്മനം രാജശേഖരനെ നിർത്തി കുമ്മനം രാജശേഖരൻ അവിടെ തോൽക്കുകയാണുണ്ട്. ഇത്തവണ നിയമം പിടിക്കാൻ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സര രംഗത്ത് ഇറങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. നേമത്ത് ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം മത്സരിക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. കാരണം ഈ നേമം മണ്ഡലം ഉൾപ്പെടെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. അപ്പൊ അവിടെ ഇത്തവണ സീറ്റ് പിടിക്കണം, ഒരു കാരണവശാലും BJPക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലാണ് LDFും UDFും. അപ്പൊ UDF അവിടെ സാധ്യതാ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ശശി തരൂരിന്റെ പേരാണ്. ശശി തരൂരിനെ ഇറക്കി നിയമം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയാം, പണ്ട് കരുണാകരൻ, സാക്ഷാൽ കരുണാകരൻ, മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ചുമ്മാതെ നേമത്തൊരു നോമിനേഷനും കൊടുത്ത് മാളയിലും ഒരു നോമിനേഷൻ കൊടുത്ത് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയ ഒരു സാഹചര്യം. ആ സാഹചര്യത്തിൽ നേമത്തും മാളയിലും വൻഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിച്ചു. ആ സാഹചര്യമല്ല ഇന്ന്. എങ്കിൽ പോലും ആ ഒരു മണ്ഡലം കോൺഗ്രസിന്റെ ഒരു മണ്ഡലമാണ് അത്. പക്ഷേ മാറിയും തിരിഞ്ഞും അത് പിന്നെ ഇടതുമുന്നണിയിലേക്ക് വന്നു. ഇപ്പോഴും അത് ഇടതുമുന്നണിയുടെ കൈവശമാണ് ആ സീറ്റ്. അവിടെ വി ശിവൻകുട്ടി, നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയാണ് അവിടുത്തെ MLA, ആ നിയമമണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ അംഗം. അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വി ശിവൻകുട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് മത്സരിക്കുകയും രാജീവ് ചന്ദ്രശേഖർ BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ UDFന്റെ സ്ഥാനാർത്ഥി സാക്ഷാൽ ശശി തരൂർ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. നമുക്കറിയാം, അവിടെ ഈ BJP സ്ഥാനാർത്ഥിയായിരുന്ന രാജേട്ടൻ അവിടെ ജയിച്ചപ്പോഴും കോൺഗ്രസിന്റെ വോട്ട് അവിടെ കിട്ടിയില്ല. കോൺഗ്രസിന്റെ വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല, UDFന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല. അപ്പൊ കോൺഗ്രസ് എവിടെ ക്ഷയിക്കുന്നു അവിടെയാണ് BJP വളരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. അത് കാണാതെ പോകരുത്. അപ്പം കോൺഗ്രസ് അവരുടെ വോട്ട് കൃത്യമായി അവര് പിടിച്ചാൽ BJPക്ക് അവിടെ വോട്ട് കിട്ടില്ല. LDF ഇടതുമുന്നണിയുടെ വോട്ട് ഒരിക്കലും ചോർന്നു പോകത്തില്ല. അവരുടെ വോട്ട് അവരുടെ പെട്ടിയിൽ തന്നെ വീഴും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേമത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ കൃത്യമായി അവരുടെ പെട്ടിയിൽ വീഴുകയും
UDF-ന്റെ വോട്ട്, കോൺഗ്രസിന്റെ വോട്ട് അവരുടെ പെട്ടിയിൽ കൃത്യമായി വീഴുകയും ചെയ്താൽ BJP-ക്ക് എവിടെ വോട്ട്? കിട്ടുന്ന വോട്ട് BJP-ക്ക് കിട്ടും. അപ്പൊ BJP എങ്ങനെ ജയിക്കും? അപ്പൊ അങ്ങനെ BJP-യെ തോൽപ്പിക്കണമെന്ന് UDF-നും LDF-നും ഒരു ലെവലേശമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായി സ്ഥാനാർത്ഥികളെ, നല്ല സ്ഥാനാർത്ഥികളെ, വിജയസാധ്യതയുള്ള നല്ല സ്ഥാനാർത്ഥികളെ തന്നെ നിർത്തി പരീക്ഷിക്കുക. BJP ജയിക്കില്ല. അത് നിയമത്തിൽ നിന്നുള്ളതല്ല, സംസ്ഥാനത്ത് ഒരിടത്തും എല്ലായിടും അങ്ങനെയാണ്. അത് ഈ സംസ്ഥാനത്ത് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലും ഉത്തരേന്ത്യയിൽ ഏത് മണ്ഡലം എടുത്താലും അവിടെയൊക്കെ അങ്ങനെ. കോൺഗ്രസ് എവിടെ ക്ഷയിക്കുന്നു അവിടെ BJP വളരും. അതാണ് സ്ഥിതി. BJP-ക്കാർക്ക് ഇത്തവണ വലിയ നോട്ടമൊന്നും ഇല്ലെങ്കിലും അടുത്ത തവണത്തേക്ക് അവര് നോക്കുന്നുണ്ട്. അതിന് കോൺഗ്രസിനെ പരമാവധി തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് അവര് വോട്ട് വരെ മാറി തിരിഞ്ഞും കുത്താൻ വരെ സാധ്യത പലരും പറഞ്ഞു കേൾക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഒരു ത്രികോണ മത്സരം നേമത്ത് നടക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. വേറെ ഒരു മണ്ഡലത്തിൽ നടന്നില്ലെങ്കിലും നേമത്ത് ഒരു ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കും. അതിന് കോൺഗ്രസും UDF-ഉം CPM-ഉം LDF-ഉം BJP-യും NDA-യും ശക്തമായി രംഗത്ത് ഇറങ്ങുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.